NSC ഉണ്ടല്ലോ, അതിനെല്ലാം സംവിധാനം ഉണ്ടല്ലോ. ഏതായാലും ഈ KSU ക്യാമ്പിൽ വെച്ച് ഈ പൂക്കോട്ടൂർ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ചെയ്തതുപോലെ ആരെയും 3 ദിവസം തുണിയില്ലാതെ കിടത്തി അടിക്കുകയും. നെയ്യാറിലെ KSU ക്യാമ്പിലെ കൂട്ടത്തല്ലുമായി ബന്ധപ്പെട്ട് ഒരു ഉശിരൻ ന്യായീകരണം എത്തിയിട്ടുണ്ട്. തമ്മിത്തല്ലി മണ്ടയടിച്ച് പോയതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. അവിടെ ഇങ്ങനെ ഒരു കാര്യം നടന്നില്ലല്ലോ എന്നാണ് UDF കൺവീനറായിട്ടുള്ള MM ഹസന്റെ പരാതി. NSC ഉണ്ടല്ലോ, അതിനെല്ലാം സംവിധാനം ഉണ്ടല്ലോ. ഏതായാലും ഈ KSU ക്യാമ്പിൽ വെച്ച് ഈ പൂക്കോട്ടൂർ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ചെയ്തതുപോലെ ആരെയും 3 ദിവസം തുണിയില്ലാതെ കിടത്തി അടിക്കുകയും അതിനെക്കുറിച്ചൊന്നും പരസ്യമായ ഒരു അഭിപ്രായം പറയാൻ ഞാനില്ല. കാരണം അതിനെക്കുറിച്ചൊന്നും, കാരണം ഇതൊക്കെ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളാണ്. അത് പത്രങ്ങളോട് പറയുന്നതോ പരസ്യമായി ഇതിന് വാർത്ത കൊടുക്കുന്നതോ ഒന്നും ശരിയല്ല. അതെല്ലാം ആ സംഘടനയ്ക്ക് അന്വേഷിക്കാനും അതിന്റെ മേൽഘടകങ്ങളുണ്ടല്ലോ, NSC ഉണ്ടല്ലോ, അതിനെല്ലാം സംവിധാനം ഉണ്ടല്ലോ. ഏതായാലും ഈ KSU ക്യാമ്പിൽ വെച്ച് ഈ പൂക്കോട്ടൂർ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ചെയ്തതുപോലെ ആരെയും 3 ദിവസം തുണിയില്ലാതെ കിടത്തി അടിക്കുകയും ആക്രമിക്കുകയും തകർക്കുകയും ഒന്നും ചെയ്തില്ലല്ലോ. കേട്ടില്ലേ? ഹസൻജി ഉദ്ദേശിച്ച കാര്യം നടക്കാത്തത് കൊണ്ട് ആ മണ്ടയടിച്ച് കീറൽ പ്രശ്നമില്ല. കത്തിക്കുത്തും മറ്റതൊക്കെ നടന്നെങ്കിലും ഈ തുണി ഊരിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കാത്തത് കൊണ്ട് അതിനെ കാര്യമായി എടുക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ന്യായീകരണം. സ്വാഭാവികമല്ലേ? കോൺഗ്രസിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ പരസ്പരം തമ്മിലടിയോ കത്തിക്കുത്തോ അല്ല, ഈ തുണി ഊരിയിട്ടിട്ടുള്ള അടി വല്ലതും ഉണ്ടെങ്കിൽ അത് മാത്രമാണ് വലിയ പ്രശ്നം. അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ തന്നെ മുരളീധരൻ്റെ പഴയ റൂം അടച്ചിട്ടുള്ള ചർച്ചയോ KPCC പ്രസിഡൻ്റായിട്ടുള്ള സുധാകരൻ്റെ മോൻസൺ മൗങ്കലിൻ്റെ വീട്ടിലെ തിരുമൽ തെറാപ്പിയോ സതീശൻ്റെ താരക കണക്ഷനോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഗൗരവതരമായി കാണത്തുള്ളൂ. അല്ലാതെ മറ്റൊന്നും വലിയ പ്രശ്നമല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കത്തിക്കുത്തുകൾക്ക് നിങ്ങൾക്ക് അനുമതിയുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും ഈ തുണി ഊരിയിട്ടുള്ള പരിപാടി ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ KPCCക്കോ ബാക്കിയുള്ളവർക്കോ വല്ലാത്ത രീതിയിലുള്ള വിഷമം ഉണ്ടാകത്തുള്ളൂ. കാര്യം അത്തരം കാര്യങ്ങളിലാണ് ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യമെന്നും അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അതിനെ ഗൗരവതരമായി കാണത്തുള്ളൂ എന്നാണ് ഹസൻജി പറഞ്ഞു വയ്ക്കുന്നത്.